ബ്ലാഡി സക്ക് 18 വർഷമായിട്ട് നിന്നെ എന്റെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. നിന്റെ അച്ഛനെ വീഴ്ത്തിയപ്പോ നിന്നെ വെറുതെ വിട്ടത് എന്റെ തെറ്റ്. 10 വയസ്സ് മാത്രം പ്രായമുള്ള പയ്യനെന്ന എന്റെ സിമ്പതിയാ നീ ഇപ്പോഴും ജീവിച്ചിരിക്കാൻ കാരണം. എന്നിട്ടിപ്പോ നിന്റെ ഭാര്യയുടെ മുമ്പിൽ നീ നല്ലവനായ ഉണ്ണി, എന്റെ മുമ്പിൽ നീ ഒരു പക്ക ക്രിമിനലാണ് മോനെ. സ്വന്തം അച്ഛൻ കൺമുന്നിൽ പിടഞ്ഞു വീഴുന്നത് കണ്ട 10 വയസ്സുകാരൻ ബാലൻ പിന്നീട് ഈ സിറ്റിയിൽ തന്നെ വന്നു ചേർന്നു. അതും 18 വർഷമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന പകയുമായി. ഈ സമയം അഭിനവിന്റെ ഭാര്യ അവന്റെ പഴയ റെക്കോർഡ്സ് എടുത്തു നോക്കി. അഭിനവ് രജപുത്ര, ഫാദർ സഞ്ജയ് രജപുത്ര, മദർ നിൽ, നേറ്റീവ് പ്ലേസ് കാസർഗോഡ് ബോർഡർ. ഇവൻ സഞ്ജയ് രജപുത്രയുടെ മകനാണോ? ഇതേ സമയം അഭിനവും നരേന്ദ്രനും തമ്മിൽ ഒരു വലിയ തർക്കം നടക്കുകയായിരുന്നു. എന്നോട് പ്രതികാരം ചെയ്യുന്നതിന് മുമ്പ് നിന്റെ ഭാര്യ എവിടെയാണെന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. നീ വൈകും തോറും ഓരോ നിമിഷവും അവളുടെ ജീവൻ അപകടത്തിലാക്കും. നീ അവളെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും 24 മണിക്കൂറിനുള്ളിൽ ഞാൻ എന്റെ ഭാര്യയെ കണ്ടുപിടിക്കും. താനാണെങ്കിൽ തടയടോ. നിന്റെ അച്ഛനെ വകവരുത്തിയപ്പോ നിന്നോട് സിമ്പതി തോന്നിയതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. തന്നോട് ആരാ സിമ്പതി തോന്നിയാനെ വെറുതെ വിടാൻ പറഞ്ഞു? അതുകൊണ്ടല്ലേ ഒരു റിവഞ്ചിന് വേണ്ടി ഞാനൊന്ന് തിരിച്ചു വന്നിരിക്കുന്നത്. സ്വന്തം അച്ഛന്റെ ഘാതകരോട് പ്രതികാരം ചെയ്യാൻ വന്ന അഭിനവ് പക്ഷേ ഈ സിറ്റിയിൽ മറ്റൊരു ഐഡന്റിറ്റിയിലായിരുന്നു ജീവിച്ചു വന്നത്. ഒരു സാധാരണ ഡെലിവറി ബോയ് എന്ന ലേബലിലായിരുന്നു അവന്റെ ഇവിടെയുള്ള ജീവിതം. എന്റെ പൊന്നനന്യ, നീ കരുതുന്ന പോലെ നിന്റെ ഭർത്താവ് അത്ര നല്ലവനായ ഉണ്ണിയൊന്നുമല്ല. നീ ടൈഗർ മാഫിയ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് ഞാൻ അതിനെപ്പറ്റി ചില ആർട്ടിക്കിൾ എല്ലാം വായിച്ചിട്ടുണ്ട്. ടൈഗർ മാഫിയ സിൻഡിക്കേറ്റിനെ പറ്റി ഇപ്പൊ പറയാൻ കാരണം ആ മാഫിയ ഗ്രൂപ്പിന്റെ തലവനാ നിന്റെ ഭർത്താവ്. നോ, ഒരിക്കലുമില്ല. നീ ഞങ്ങളെ രണ്ടുപേരെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി കള്ളം പറയുന്നതാ. ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പോലും അറിയാത്ത ആളാണ് എന്റെ ഭർത്താവ്. അങ്ങനെ ഒരാൾ ഇത്രയും വലിയൊരു മാഫിയ ഗ്രൂപ്പിന്റെ തലവനാണെന്നൊക്കെ പറയുമ്പോ അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക. നീ പറയുന്നതൊക്കെ പണ്ട് കുറേ ഞാൻ വിശ്വസിച്ചിട്ടുള്ളതാ. അതിന്റെ പണി നീ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനും അവനും തമ്മിൽ തെറ്റിയ ഭർത്താവ് ഉപേക്ഷിച്ച് ഒറ്റയ്ക്കായി പെണ്ണിനെ ജീവിതം കൊടുക്കുന്ന എന്ന പേരിൽ എന്റെ ലൈഫിലേക്ക് കയറി വരാനല്ലേ നീ ഈ പരിപാടിയെല്ലാം ഒപ്പിക്കുന്നത്? എന്റെ അടുത്ത് അതിനി നടക്കില്ല. ഇവളെ ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക? നീ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. നിന്റെ ഭർത്താവ് നിന്റെ മുന്നിലെ നല്ലവനായ ഉണ്ണിയാണോ അതോ ടൈഗർ സിൻഡിക്കേറ്റിന്റെ തലവനാണോ എന്ന്. വരാം, പക്ഷെ അത് കള്ളമാണെന്ന് തെളിഞ്ഞ പിന്നെ നമ്മൾ തമ്മിൽ ഒരിക്കലും ഒരു ബന്ധവും ഉണ്ടാവില്ല. സമ്മതം. അനന്യയുടെ മുന്നിലെ നല്ലവനായ ഉണ്ണിയും ടൈഗർ സിൻഡിക്കേറ്റിലെ ഡോണായി നഗരത്തെ വിറപ്പിച്ചുകൊണ്ടിരുന്നതും ഒരാളാണെന്നുള്ള സത്യം അവൾ അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല അവൾ അവനെ വീട്ടിലെ വേലക്കാരനെ പോലെയായിരുന്നു കണ്ടിരുന്നത്. ശ്രീരാഗ്, നീ വെറുതെ എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കള്ളക്കഥ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വേണ്ട. ശ്രീരാഗ് അനന്യയെ എത്രയൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്തിനാണ് അഭിനവ് ഇങ്ങനെ ഒരു ഹിഡൻ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നത് എന്നായിരുന്നു അവളുടെ ചിന്ത. 18 വർഷങ്ങൾക്ക് മുമ്പ് അഭിനവന്റെ അച്ഛൻ സഞ്ജയ് രജപുത്രയുടെ ശത്രുക്കൾ ചേർന്ന് അയാളെ എന്നേക്കുമായി വീഴ്ത്തി. 10 വയസ്സ് മാത്രം പ്രായമുള്ള അഭിനവന് അത് നോക്കി നിന്ന് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പക്ഷേ ആ കുഞ്ഞു ബാലൻ എന്നെങ്കിലും തന്റെ അച്ഛന്റെ ഘാതകരോട് പ്രതികാരം ചെയ്യുമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി വളരെ ബുദ്ധിപൂർവ്വം 18 വർഷത്തോളം ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു അവന്റെ ജീവിതം. തന്റെ ശത്രുക്കൾ ആരാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അവന് അങ്ങനെ ഒരു ലോ പ്രൊഫൈലിന്റെ ആവശ്യമില്ല. ഈ വിഷയത്തെപ്പറ്റി അഭിനവ് അവന്റെ വലം കൈയായ വിക്രമനോട് സംസാരിക്കുകയായിരുന്നു. ഇനി നീ എന്തിനാണ് നിന്റെ ഭാര്യയോടെല്ലാം മറച്ചു വെക്കുന്നത്? നീ തന്നെയാണ് ടൈഗർ എന്ന് അവൾ അറിയാൻ സമയമായി. ഇല്ല, അവൾ ഇപ്പൊ അറിഞ്ഞ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ അവളെ കള്ളം പറഞ്ഞ് വിവാഹം കഴിച്ചുവെന്ന് അവൾ കരുതില്ലേ? ലോകത്തെ ഏതുവണ്ണം അത് ക്ഷമിക്കുക. സത്യം തുറന്നു പറഞ്ഞാലും ഈ ബന്ധത്തെ ബാധിക്കില്ല എന്നൊരു സാഹചര്യം വരട്ടെ. അപ്പോ ഞാൻ അവളോട് എല്ലാം തുറന്നോളെ. സമയമാകുമ്പോൾ എല്ലാം അവളോട് തുറന്നു പറയാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ശ്രീരാഗ് അനന്യയെ വിളിച്ചുകൊണ്ട് അഭിനവന്റെ വിശ്വരൂപം കാണിക്കാനായി വന്നത്. എടാ അഭിനവേ, ഈ ഒരൊറ്റ കാര്യം മതി അവൾക്ക് നിന്നോട് വെറുപ്പ് തോന്നാൻ. ആ സമയം സ്നേഹം കൊണ്ട് മൂടാൻ ഞാൻ അവളുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലും. പിന്നെ നിനക്ക് ഒരിക്കലും അവളെ സ്വന്തമാക്കാൻ കഴിയില്ല. ഇതായിരുന്നു ശ്രീരാഗിന്റെ ഉദ്ദേശം. ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കാനായിരുന്നു അവൻ തീരുമാനിച്ചിരുന്നത്. ഒപ്പം ജോലി ചെയ്യുന്ന സമയം തൊട്ട് ശ്രീരാഗ് അവളെ സ്നേഹിച്ചിരുന്നു. അപ്പോഴാണ് അനന്യയുടെ മുത്തച്ഛൻ ഹരിദേവ മേനോൻ അവർ തമ്മിലുള്ള വിവാഹം നടത്തിയത്. ശ്രീരാഗ് പറയുന്നതിൽ ചെറിയ കാര്യമുണ്ടെന്ന് അനന്യയ്ക്ക് സംശയം തോന്നി. എന്നാൽ അവൾ അത് പുറമെ കാണിക്കാൻ തയ്യാറായില്ല. പണ്ട് നടന്നൊരു സംഭവം അവൾ ഓർത്തെടുത്തു. ഒരു ദിവസം അനന്യ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ അവളെ തേടിയെത്തി. ഫോൺ കോളിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ടൈഗറിനെ പിടിക്കാൻ പോലീസ് ഏത് നിമിഷവും വീട്ടിലെത്തും. നീ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറണം. ഏതോ ഒരാൾ പറ്റിക്കാൻ വേണ്ടി വിളിക്കുന്നുവെന്നാണ് അവൾ ആ നിമിഷം കരുതിയത്. ഉടനെ ഫോണിൽ ആരായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അഭിനവ് അവിടേക്ക് വന്നു. ആരായിരുന്നു ഫോണില്? ഏതോ ഒരു ടൈഗറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്നു എന്ന് പറഞ്ഞായിരുന്നു ഫോൺ. എന്റെ അമ്മോ. ടൈഗറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ ഞെട്ടുന്നത്? ഒന്നുമില്ല, അവരൊക്കെ വലിയ ആളുകളല്ലേ. അതെനിക്കറിയാം, പക്ഷെ അതിന്റെ പേരിൽ നീ എന്തിനാ ഞെട്ടുന്നത്? വെറുതെ അറിയാതെ ഞെട്ടിപ്പോയതാ. നീ പോയി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിട്ട് വാ. അയ്യോ, ഇപ്പോ സാധനം വാങ്ങാൻ പോയാൽ എങ്ങനെ? ഇപ്പൊ പോയ എന്താ കുഴപ്പം? അല്ല, ടൈഗറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സിറ്റി മുഴുവൻ തിരക്കല്ലേ? അതിനെന്താ? അല്ല, ടൈഗറിനെ അറസ്റ്റ് ചെയ്യാൻ സിറ്റി മുഴുവൻ പോലീസ് വരുമ്പോ റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരിക്കില്ലേ? അപ്പോ എല്ലാ സാധനങ്ങളും വാങ്ങി കൃത്യസമയത്ത് വരാൻ പറ്റില്ലല്ലോ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ പുറത്തുപോയി സാധനം വാങ്ങിവാ. അവൻ ഉടനെ തന്നെ ഫോൺ എടുത്ത് വിക്രമനെ വിളിച്ചു. എടാ, തനിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എന്റെ വീട്ടിലെ ഫോണിൽ വിളിച്ച് ടൈഗറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നിരിക്കുന്നു എന്ന് എന്തിനാ പറഞ്ഞത്? അവൾക്ക് ചെറിയ സംശയം തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അയ്യോ, ഞാൻ പെട്ടെന്ന് ആ ടെൻഷനിൽ വിളിച്ചു പറഞ്ഞതാണ്. നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കോ. അഭിനവ് ഉടനെ അവിടെ നിന്നും മാറി. അതുകൊണ്ട് തന്നെ പോലീസിന് ടൈഗറിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം അനന്യ ഇപ്പോൾ ആലോചിക്കുകയായിരുന്നു. അനന്യയും അഭിനവും തമ്മിൽ വിവാഹം കഴിച്ചത് തന്നെ വളരെ യാദൃശ്ചികമായിരുന്നു. പരസ്പരം മനസ്സിലാക്കാതെയും സ്നേഹിക്കാതെയുമായിരുന്നു
അവർ തമ്മിലുള്ള വിവാഹം നടന്നത്. ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ച് അനന്യയുടെ പാർട്ടി നടക്കുകയായിരുന്നു. കേദാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് കുടുംബത്തിലെ അംഗമായിരുന്നു അനന്യ. അനന്യയ്ക്കും അവളുടെ സഹോദരനും തുല്യമായി ആയിരുന്നു അവരുടെ മുത്തശ്ശൻ ഹരിദേവ മേനോൻ സ്വത്തുക്കൾ വീതിച്ചു കൊടുത്തത്. എന്നാൽ അനന്യയുടെ സഹോദരൻ സൗരവന് എല്ലാ സ്വത്തുക്കളും ഒറ്റയ്ക്ക് വേണമായിരുന്നു. അതിനുവേണ്ടി അവൻ കണ്ടെത്തിയ വഴി അല്പം ക്രൂരമായിരുന്നു. വഴിയരികിൽ കുടിച്ച് ബോധമില്ലാതെ കിടന്ന അഭിനവിനെ അവൻ എടുത്തുകൊണ്ടുപോയി സ്വന്തം സഹോദരിയുടെ മുറിയിൽ പൂട്ടിയിട്ടു. കണ്ണു തുറന്ന് അനന്യ നോക്കിയപ്പോൾ അവളുടെ മുറിയിൽ അപരിചിതനായ ഒരു പുരുഷൻ കിടന്നുറങ്ങുന്നു. എടോ താൻ ആരാ? താൻ എങ്ങനെ എന്റെ മുറിയിൽ വന്നു? ആരെങ്കിലും ഒന്ന് വാതിൽ തുറക്ക്. ദൈവമേ, ഇത് സ്വപ്നമാണോ? ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ മുറിയിലേക്ക് വന്നത്? നിന്റെ അഭിനയം മതിയാക്ക്. നീ എന്ത് ഉദ്ദേശിച്ചില്ല എന്റെ മുറിയിൽ കയറി വന്നത്? എനിക്കറിയില്ല. ഞാൻ വഴിയിൽ മദ്യപിച്ച് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇവിടെ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. നിന്നെ ആരോ ചതിച്ചതാ. ദോ തന്റെ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അനന്യയുടെ സഹോദരൻ സൗരവ് പെട്ടെന്ന് വന്ന് വാതിലിൽ മുട്ടി. തന്റെ സഹോദരിയെ എല്ലാവരുടെ മുന്നിൽ മോശക്കാരിയായി ചിത്രീകരിക്കാൻ വേണ്ടി അവൻ കണ്ടെത്തിയ വഴിയായിരുന്നു അത്. ഇങ്ങനെയൊരു അപവാദം അവളുടെ പേരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മുത്തച്ഛൻ അവൾക്ക് സ്വത്തുക്കൾ കൊടുക്കില്ല എന്ന് സൗരവ് കണക്കുകൂട്ടി. മാത്രമല്ല വഴിയരികിൽ കുടിച്ച് ബോധമില്ലാതെ കിടന്ന അഭിനവ് ഇത്രയും വലിയൊരു പണക്കാരനാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അഭിനവ് ഒരു ഡെലിവറിയുടെ ബൈക്കിൽ വന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം പെങ്ങൾ ഒരു ദരിദ്രനെ വിവാഹം കഴിച്ചാൽ അവൾക്ക് കുടുംബത്തിൽ ചീത്ത പേരുണ്ടാകും എന്നും അവൻ കണക്കുകൂട്ടി. ഇനി എന്ത് ചെയ്യും? എനിക്കറിയില്ല, നീ പറ. ഉടനെ തന്നെ അനന്യയുടെ മുത്തച്ഛൻ ഹരിദേവ മേനോൻ കൊച്ചുമകളുടെ പേരിലുള്ള അപവാദം മാറ്റാനായി അവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. ആ നിമിഷം താൻ നാണം കെടാതിരിക്കാൻ വേണ്ടി അനന്യയും അത് സമ്മതിച്ചു. എടോ സൗരവ്, നീ എന്നെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ വേണ്ടി നടത്തിയ നാടകമാണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. നിന്റെ വൃത്തികെട്ട നമ്പർ എന്റെ അടുത്ത് ഇറക്കല്ലേ. ഇവിടെ ഞാനിങ്ങനെ നിന്ന് നാണം കെടുമെന്നാണ് നീ കണക്ക് കൂടുന്നതെങ്കിൽ നിനക്ക് തെറ്റി. അനന്യ ഉടനെ തന്നെ മുന്നിലേക്ക് കയറി വന്ന് ഇപ്രകാരം പറഞ്ഞു. നിങ്ങൾ സംശയിക്കുന്നത് പോലെ ഞാൻ തെറ്റായ വഴിയിൽ പോയിട്ടില്ല. ഇയാളുടെ പേര് അഭിനവെന്ന. ഞാനും ഇയാളും തമ്മിൽ സ്നേഹത്തില. സ്നേഹിക്കുന്ന ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് സ്വകാര്യമായ നിമിഷങ്ങൾ പങ്കുവെക്കാന്നുള്ളത് അത്ര വലിയ തെറ്റായി എനിക്ക് തോന്നുന്നില്ല. നമ്മൾ തമ്മിലുള്ള വിവാഹം പരസ്പരം നിശ്ചയിച്ചിട്ടുള്ളതാ. സ്വന്തം നാണക്കേട് മറയ്ക്കാൻ വേണ്ടി അനന്യ അങ്ങനെ ചെയ്യുമെന്ന് അഭിനവ് കരുതിയില്ല. അഭിനവ് ആ നിമിഷം എതിർത്ത് പറഞ്ഞാൽ അനന്യയുടെ മാനത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞതെല്ലാം അവൻ സമ്മതിച്ചു കൊടുത്തു. അവർ തമ്മിലുള്ള വിവാഹം നടന്നു. എല്ലാവരെയും അറിയിച്ചുകൊണ്ട് വിവാഹം നടന്നുവെങ്കിലും അവർ തമ്മിൽ ഇതുവരെ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അകലമുണ്ടായിരുന്നു. എനിക്ക് നിന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് പിരിയാം. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ തയ്യാർ. പക്ഷെ ഒരു 2 ദിവസത്തെ സാവകാശം എനിക്ക് വേണം. അത് കഴിഞ്ഞ് നീ പറയുന്നത് പോലെ നമുക്ക് പിരിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ നീ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല. നിനക്ക് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അഭിനവുമായി നടന്ന ഈ സംസാരമെല്ലാം ശ്രീരാഗന്റെ ഒപ്പം കാറിലിരുന്ന് അനന്യ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ അവർ ഒരു സ്റ്റാർ ഹോട്ടലിന്റെ മുന്നിലെത്തി. ആ സ്റ്റാർ ഹോട്ടലിൽ അഭിനവും വിക്രമും ഉണ്ടായിരുന്നു. എടാ, നിന്റെ ഭാര്യ വേറൊരുത്തനുമായിട്ട് ഇവിടെ ഹോട്ടലിൽ വന്നിരിക്കുന്നു. അത് അവളായിരിക്കില്ല. കണ്ണു തുറന്ന് നോക്കടാ, അത് അവള് തന്നെയാ നിന്റെ ഭാര്യ. അനന്യ അഭിനവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ശ്രീരാഗനൊപ്പം സ്റ്റാർ ഹോട്ടലിലേക്ക് വന്നത്. എന്നാൽ തന്റെ ഭാര്യ മറ്റൊരു പുരുഷനുമായി ഹോട്ടലിൽ വന്നത് കണ്ടപ്പോൾ അഭിനവന് വിഷമം തോന്നി. അനന്യ അകത്തേക്ക് കയറി വന്നപ്പോൾ അഭിനവ് ഒരു രാജാവിനെ പോലെ ഇരുന്ന് ചൂതാടുന്നതാണ് അവൾ കണ്ടത്. സ്വന്തം ഡ്രസ്സ് പോലും വാങ്ങാൻ കഴിവില്ലാത്തവൻ എങ്ങനെയാണ് ഇവിടെ ഇത്രയും വലിയ തുകയ്ക്ക് ചൂത് കളിക്കുന്നതെന്ന് അവൾ അത്ഭുതത്തോടെ നോക്കി. ശ്രീരാഗ്, നീ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അനന്യ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അതേ സ്റ്റാർ ഹോട്ടലിൽ ഡേവിഡ് തരകന്റെ ഗുണ്ടകൾ അവളെ തടഞ്ഞു നിർത്തി. താൻ അറിയുന്നതിന് എത്രയോ അപ്പുറമാണ് തന്റെ ഭർത്താവെന്ന് അവൾക്ക് മനസ്സിലായി. നിന്റെ ഭാര്യ അവന്മാർ തടഞ്ഞു വെച്ചിരിക്കുക. ആര്? ഡേവിഡ് തരകന്റെ ഗുണ്ടകളാ. പ്രിൻസിന് വേണ്ടി റിവെഞ്ച് എടുക്കാൻ വന്നതാണവർ. അവരുടെ സുഹൃത്തായ പ്രിൻസ് കുറച്ചു നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ടു. അതിനുവേണ്ടി പ്രതികാരം ചെയ്യാനാണ് അവർ വന്നിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ അനന്യ അവരുടെ മുന്നിൽ ചെന്നുപെട്ടു. പ്രിൻസ് അതാരാണെന്ന് എനിക്ക് അറിയില്ല. അയാളുടെ മരണത്തിന് ഞാൻ എന്തൊരു ഉത്തരം പറയണം? ഉത്തരം പറഞ്ഞേ പറ്റൂ. കാരണം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നിന്റെ ഭർത്താവാണ്. അത് കേട്ടതും അനന്യ പിന്നെയും ഞെട്ടി. തന്റെ ഭർത്താവ് താൻ അറിയുന്നതിനും എത്രയോ അപ്പുറമാണ് എന്നുള്ളത് അവളിൽ ഭീതി സൃഷ്ടിച്ചു. ഇവൻ യഥാർത്ഥത്തിൽ ആരാ? എന്തായാലും നീ മനസ്സിൽ കാണുന്ന ആ പാവൻ നല്ലവനായ ഉണ്ണിയല്ല അവൻ. പോലീസ് റെക്കോർഡ്സിൽ പണ്ട് മുതൽ രേഖപ്പെടുത്തിയ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായ സഞ്ജയ് രജപുത്രയുടെ മകനാണ് നിന്റെ ഭർത്താവ് അഭിനവ്. ഇവിടുത്തെ പോലീസ് അവന്റെ തലയ്ക്ക് വട്ടമിട്ടിട്ട് കാലം കുറയായി. പക്ഷെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ചു വരികയായിരുന്നു അവൻ. ഞങ്ങൾ ഒരിക്കലും അവനെ കണ്ടുപിടിക്കില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അവൻ ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ വർഷങ്ങളായി അവനെ തിരഞ്ഞു നടക്കുകയാണ്. അവന്റെ മുന്നിൽ ഇനി മറ്റു ഓപ്ഷൻസ് ഇല്ല. ഒന്നുകിൽ എന്റെ മുന്നിൽ വന്ന് കീഴടങ്ങി അവന്റെ അച്ഛന് സംഭവിച്ച അതേ വിധി ഏറ്റെടുക്കുക, അല്ലെങ്കിൽ പോലീസിൽ കീഴടങ്ങി ശിഷ്ടകാലം ജയിലിൽ കിടക്കുക. അത് മാത്രമാണ് അവന് പറഞ്ഞിട്ടുള്ളത്. എന്റെ ഭർത്താവിനെ പറ്റി തനിക്ക് അറിയാത്തതിനപ്പുറം കാര്യങ്ങൾ പലരും പറയുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് കൂടുതൽ ഭയം വന്നു തുടങ്ങി. അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയതും അഭിനവ് അവളെ ദൂരെ നിന്ന് കണ്ടു. അഭിനവ് ഉടനെ അവളുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അവൾ കാറിൽ കയറി സ്ഥലം വിട്ടു. നിന്നെ കണ്ടതോള് പോയി അല്ലേ? അല്ല, പ്രിൻസിന്റെ കാര്യം അവൾ അറിഞ്ഞു എന്ന് തോന്നുന്നു. അവൾ സത്യം അറിഞ്ഞെങ്കിൽ അവൾ ഇനി എന്നെ ഒരിക്കലും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അഭിനവ് ഉടനെ തന്നെ അനന്യയെ ഫോണിൽ വിളിച്ചു. പക്ഷെ അവൾ കോൾ കട്ട് ചെയ്തു. അഭിനവ് പിന്നെയും വിളിച്ചു. പക്ഷേ അവൾ കോൾ എടുത്തില്ല. അവൾ കോൾ കട്ട് ചെയ്തുകൊണ്ടേയിരുന്നു.
ഈ സമയം അവളെ ചിലർ പിന്തുടർന്നു. അവൾ ആകെ ഭയന്നു. അവർ അവളെ പിന്തുടർന്ന് പിടിച്ചു. അവർ അവളുടെ ഫോൺ എടുത്ത് കളഞ്ഞു. അഭിനവ് തൊട്ടു പിന്നാലെ പിന്തുടർന്ന് എത്തിയെങ്കിലും അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അഭിനവ് അനന്യയ്ക്ക് വേണ്ടി അവിടെ മുഴുവൻ അന്വേഷിച്ചു, പക്ഷേ കണ്ടില്ല. പെട്ടെന്ന് അവനൊരു ഫോൺ വന്നു. ഫോണിലെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: നിന്റെ ഭാര്യ അനന്യ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് ആയി അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഉടനെ എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ജീവൻ അപകടത്തിലാണ്. ഇത് കേട്ടതും അഭിനവ് ഞെട്ടി. നരേന്ദ്രനാണ് ഇതിന്റെ പിന്നിൽ. വിക്രങ്ങൾ വാ. അനന്യ കിടക്കുന്ന ആശുപത്രിയിൽ ചില അക്രമികൾ അവളെ അപകടപ്പെടുത്താൻ കയറി ചെന്നു. അഭിനവന് സ്വന്തം ഭാര്യയെ അക്രമികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമോ? അഭിനവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അറിഞ്ഞാൽ അവൾ അവനെ സ്നേഹിക്കുമോ? അഭിനവ് എന്ന ഡെലിവറി ബോയ് എങ്ങനെ ഒരു ക്രിമിനലായി മാറി? ഇനി എന്തെല്ലാമാണ് ഈ കഥയിൽ നടക്കാൻ പോകുന്നത്? ഇതെല്ലാം അറിയണമെങ്കിൽ തുടർന്ന് കേൾക്കുക പോക്കറ്റ് എഫ്എമ്മിന്റെ ഓഡിയോ സീരീസ് ആയ ദി റിട്ടേൺ ഓഫ് ടൈഗർ. ആവേശകരവും രസകരവുമായ കൂടുതൽ കഥകൾ ഒരു ഹെഡ്സെറ്റിലൂടെ നിങ്ങളുടെ കാതുകളിലേക്ക് എത്താനായി ഉടൻ തന്നെ പോക്കറ്റ് എഫ്എമ്മിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതും തികച്ചും സൗജന്യമായി. ഡൗൺലോഡ് ദ ആപ്പ്.